ഇടപ്പള്ളിയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ കാർ അപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ 2 പേർക്ക് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകട കാരണം റോഡിലെ കുഴിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിന് സമീപം, കൃത്യമായി പറഞ്ഞാൽ മെട്രോ പില്ലർ 450 സമീപമാണ് ഈ കാണുന്ന കാർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ആലപ്പുഴ സ്വദേശികളായ 4 പേരായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത്. അതിൽ ഫാറൂഖ്, മുനീർ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ആദിൽ, യാക്കൂബ് എന്നിവരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലുവയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോയ വണ്ടിയാണ്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ 3:30 ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഉറങ്ങിപ്പോകാനാണ് സാധ്യത, അല്ലെങ്കിൽ അമിത വേഗതയായിരിക്കാം. കാരണം 3:30 വലിയ ബ്ലോക്കുകളും ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അമിത വേഗതയായിരിക്കാം ഈ അപകടത്തിന് കാരണം എന്നൊരു നിഗമനവുമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ മറ്റും ജോലികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് സമീപത്തൊരു കുഴിയുണ്ട്. ആ കുഴിയിൽപ്പെട്ടാണ് ഈ കാറ് ഈ നിയന്ത്രണം വിട്ട് ഈ അപകടം സംഭവിക്കാൻ കാരണമായെന്നാണ് പറയുന്നത്. അവർ ആലപ്പുഴ ഡയറക്ഷനിൽ പോകേണ്ടവർ കലൂർ ഡയറക്ഷനിലേക്ക് തെറ്റി വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ആ ഫ്ലൈ ഓവർ നേരെ കയറി കലൂർ ഡയറക്ഷനിലേക്ക് വന്നു. തീർച്ചയായിട്ടും അത് ഓവർ സ്പീഡ് ഉണ്ടാകുമായിരിക്കും. ഈ ഒരു ബൃന്ദാവൻ ഹോട്ടലിന് മുമ്പിൽ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ വർക്ക് കുറെ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം അവർ റിപ്പയർ ചെയ്ത് വീണ്ടും 2 ദിവസത്തിനുള്ളിൽ അത് വീണ്ടും കേടാവുന്ന ഒരു സ്ഥിതിയും, അങ്ങനെ കുറെ ടൈലിട്ട് ഒരു ഹമ്പ് ഉണ്ടാക്കുന്നു. അവിടെ മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റി ഓരോ പ്രാവശ്യം റിപ്പയർ ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ ഹമ്പിൽ അവർ ചാടിയിട്ട് കൺട്രോൾ പോയിട്ട് ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡിൽ വണ്ടി തട്ടി ആ മെട്രോ പില്ലറിൽ വണ്ടി ഇടിച്ചിട്ടാണ് ഈ ഒരു യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള 2 പേര് മരണപ്പെട്ടത്. വണ്ടിയുടെ ഇടത് സൈഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഇതിന്റെ കോ പാസഞ്ചറും ഇതിന് പിന്നിലിരുന്നയാളും, ഈ 2 പേരുമാണ് മരിച്ചിരിക്കുന്നത്. സമീപ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. അതിനുശേഷമാണ് എന്താണ് അപകടത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് വ്യക്തമാക്കുകയുള്ളൂ. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.